അടുത്ത നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പെരിഞ്ചേരിയുള്ള ശ്രീ വിഷ്ണു ക്ഷേത്രത്തിലേക്കാണ്. അവിടെ ലക്ഷ്മണ പ്രതിഷ്ഠയാണ് പ്രധാനം. അങ്ങനെ അവിടെ എത്തിയപ്പോഴേക്കും അത്യാവശ്യം നല്ലപോലെ വെളിച്ചമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദർശനം കഴിഞ്ഞ് അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ ഒരു അമ്പലക്കുളമുണ്ട്. വളരെ മനോഹരമായൊരു അമ്പലക്കുളമാണെന്ന് പറയാം. നീന്തൽ പഠിക്കാനൊക്കെ അവിടെ പ്രദേശവാസികളൊക്കെ വന്നിട്ട് നല്ലൊരു കാഴ്ചയായിരുന്നു. പിന്നെ അവിടെ നിന്ന് മീനിന് തീറ്റയൊക്കെ കൊടുത്ത് കുറച്ച് നേരം അവിടെ നിന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ മുകളിലേക്ക് പോയി. അവിടെയും ഭക്തർക്ക് ചെറിയ രീതിക്ക് ഭക്ഷണ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ അതും കഴിച്ച് കുറച്ച് നേരം അവിടെ റെസ്റ്റൊക്കെ എടുത്ത് അടുത്ത അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. അടുത്ത അമ്പലം വരുന്നത് പായം ശ്രീ മഹാവിഷ്ണു ശത്രുഘ്ന ക്ഷേത്രത്തിലേക്കാണ് അടുത്ത പോകുന്നത്. അങ്ങനെ നാലമ്പല ദർശനത്തിൻ്റെ അവസാനത്തെ അമ്പലമായ ശ്രീ മഹാവിഷ്ണു ശത്രുഘ്ന സങ്കല്പ ക്ഷേത്രത്തിലേക്ക് പോയി ഞങ്ങൾ യാത്ര അവസാനിപ്പിച്ചു. അങ്ങനെ നേരെ വീട്ടിലേക്ക് മടങ്ങി. പിന്നെ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളും വിവരങ്ങളും ഞാൻ താഴെ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നവർ പോവുക. അപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് കണ്ണൂരുള്ളവർ എന്തായാലും പോകാൻ വേണ്ടി ശ്രമിക്കുക. നാലമ്പല ദർശനം നടത്താത്തവർ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ.